ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. നമ്മൾ ഇന്നും അങ്ങനെ പ്രാർത്ഥിച്ചോട്ടോ. ഞാനിങ്ങനെ പൗലോ കുഞ്ഞിനായിരുന്നു കേട്ടോ കൂടുതൽ. ഞാൻ നോക്കും എൻ്റെ മക്കളിനി അപ്പോൾ ലോക പ്രശസ്തരാകാനാ, ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശു പ്രശസ്തരും. പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, നിനക്കുള്ള വാഗ്ദത്തം നിൻ്റെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരാകുന്ന. പൗലോ കുഞ്ഞാകും, അത് അവരുടെ അപ്പനും അമ്മയും നേടിയെടുക്കേണ്ട കാര്യമാണ്. ഞാനും പ്രാർത്ഥിക്കാം എൻ്റെ പേരക്കിടാനും. പക്ഷേ എൻ്റെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകൂ എന്നുള്ള വാഗ്ദത്തം എൻ്റെ യേശു അപ്പൻ എനിക്ക് തന്നതെങ്കിൽ ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചത് നേടിയെടുക്കണം. എൻ്റെ മക്കളോടെ ആഗ്രഹിക്കണേ. അപ്പം മക്കൾ ആഗ്രഹിക്കുന്നതൊന്നും അറിയണ്ട, നമുക്കുള്ള വാഗ്ദത്തം നമ്മൾ മുറുകെ പിടിച്ചു പോകുക. പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. അപ്പം നിങ്ങൾ യേശുവിനെ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയല്ലാണ്ട് ഒന്നും വരില്ല. എൻ്റെ ജീവിതത്തിൽ യേശുപുരാനുമായിട്ട് ആ അടുപ്പം, യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചിട്ട്, കർത്താവായി സ്വീകരിച്ചാലാണ്ട് കർത്തൃത്വമൊന്നും കൊടുക്കലൊക്കെ കണക്കാട്ടോ. ഭരണമൊക്കെ എൻ്റെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ അതവിടെയാണ് പാളിച്ചകൾ തന്നെ. നമ്മളെ യേശുവെ കർത്താവെന്ന് പറഞ്ഞാൽ കർത്തൃത്വം, മൊത്തം ഭരണം നമ്മളങ്ങ് കീഴ്പ്പെട്ടിരിക്കുക. ഭരണമൊന്നും കൊടുക്കില്ല, ഞാൻ തന്നെ വലിയ വലിയ കാര്യം നടക്കാൻ നോക്കും. അന്നേരമാണ് പ്രശ്നങ്ങൾ. എപ്പോഴും ആലോചന ചോദിക്കണം, അപ്പാ പിതാവേ പരിശുദ്ധാത്മാവേ, ഇത് ചെയ്താൽ നല്ലതാണോ, ഇത് ചെയ്താൽ നല്ലതാണോ, ഈ ഭക്ഷണം തന്നതിന് നന്ദി, ഓരോന്നും ഡാൻസും പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്നാൽ ഒത്തിരി ജീവിതം അനുഗ്രഹമാകും. ഇതെൻ്റെ ജീവിതത്തിൽ എന്നോട് പറഞ്ഞ കാര്യം കേട്ടോ. യെശയ്യാ 61:7. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. ആമീൻ. ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ ഒത്തിരി സങ്കടപ്പെട്ട് നാണം കെട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഞാനല്ലായിരുന്നു. എൻ്റെ സ്വഭാവത്തിൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആവശ്യമില്ലാണ്ട് ഞാൻ നാണം കെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ യേശുമ്പുരാനെ ആശ്രയിച്ചപ്പോൾ നമ്മുടെ ആ നാണം കെട്ടിയെടുത്ത് തന്നെ മാനപാത്രമാക്കി ഉയർത്തി മാനിച്ചു. വേറെ എങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ ഉയർത്തി മാനിക്കും. നമ്മളെപ്പറ്റി പറഞ്ഞവർ തന്നെ നാണം കെടുകയുള്ളൂ. നമ്മൾ അതിൽ സത്യം വേണം കേട്ടോ. അപ്പോൾ എപ്പോഴും യേശുവിനെ ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വിളിക്കുക നമുക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും അതുപോലെ പ്രതിഫലം കിട്ടും. പിന്നെ ഗീവ് അവേയുടെ കാര്യം, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നത് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഓരോന്നിനും ഉണ്ട് കേട്ടോ. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റയ്ക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെയാണ്. നല്ല സാരി കേട്ടോ. ഇത് മൊഡാലിൽ മിറർ വർക്കാട്ടോ. മൊഡാലി മിറർ വർക്ക് വന്നേക്കണെയാണ്. ഇതൊക്കെ സ്റ്റീം അയണിങ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കും സ്റ്റീം അയണിങ് ഉണ്ടോയെന്ന്. എനിക്കത് സത്യത്തിൽ ഞാൻ അറിയാൻ പാടായിരുന്നു. കഴിഞ്ഞ ദിവസം മേക്കപ്പിന് വന്ന കൊച്ചങ്ങനെ ചോദിച്ചപ്പോൾ, പിന്നെ നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലർ അതല്ലേ പരിപാടി, എൻ്റെ വിചാരം. ഉടനെ ആ കൊച്ചത് കൊണ്ടാണ് വന്ന് അതിങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് പിള്ളേരിങ്ങനെ പിടിച്ചപ്പോഴത്തേനും കറക്റ്റ് തേച്ച പോലെ. നല്ലതാട്ടോ. ആമസോണിൽ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. നമ്മൾ ഓരോരെണ്ണം മേടിച്ചാൽ ഒത്തിരി ഉപകാരം. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണിക്കണ വഴി നല്ല പെർഫെക്റ്റ്, നല്ലതാട്ടോ. ഡ്രൈ വാഷ് ചെയ്യണ എങ്ങനെയാണല്ലേ, സ്റ്റീവിലല്ലേ മൊത്തം, അതുപോലെ. 3590, 3000 ശബ്ദമില്ലാത്തതിൻ്റെ പ്രശ്നം. 3699. ബ്ലൗസ് പീസ് പ്ലെയിൻ ഇത് തന്നെയല്ലേ, പ്രത്യേകതയൊന്നുമില്ലോ. കയ്യിൽ ചെറിയ വർക്കുണ്ടല്ലേ. അപ്പോൾ കയ്യൊന്ന് കാണിച്ചു കൊടുക്കാൻ. കൈയല്ല ഇവിടെ, ഇതിൻ്റെ ബാക്കി ഇവിടെ അല്ല. ബ്ലൗസ് പീസ് എവിടെയെങ്കിലും ഇതായിരിക്കും. കണ്ടോ, ബ്ലാക്കിന് ഇല്ല കേട്ടോ. ഇല്ലെന്നാ തോന്നണേ. അയച്ചിട്ട് നോക്കണം. മൊത്തം അയക്കേണ്ടത് യെല്ലോ. നല്ല സൂപ്പർ കളറായിരിക്കും. അതിലൊരു
ചെറിയുണ്ട് കയ്യിലിങ്ങനെ. അതിനും കാണുമായിരിക്കും ബ്ലാക്കിനും. അതിൻ്റെ അറ്റം മെറൂണില്ലേ? എന്നാൽ ഈ യെല്ലോയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല 3 കളറാട്ടോ. ഇപ്പോൾ ഫങ്ഷൻ വെയറിനൊക്കെ ഇതാകുമ്പോൾ ഉടുക്കാനൊക്കെ സുഖം. വലിയ വിലയില്ല. ഒരു 5000 അടുത്തൊക്കെയുള്ള സാരികളാണെങ്കിലേ, പണ്ട് നമ്മൾ സാരി മേടിക്കണ വിലയ്ക്കൊന്നും ഇപ്പം ആരും മേടിക്കണില്ല അല്ലേ? പണ്ട് എല്ലാവരും ഭയങ്കര വിലയുടെ സാരികളല്ലായിരുന്നു എപ്പോഴും മേടിക്കണേ. ഇപ്പോൾ കാലം കൂടിയപ്പോൾ സാരിയുടെ വില ഇങ്ങനെ കുറഞ്ഞതൊക്കെ ആൾക്കാർ നോക്കി തുടങ്ങി. നല്ലൊരു സാരി ആട്ടോ, ബേജ് കളറിൻ്റെ. പല പല ഫങ്ഷൻ ഉപയോഗിക്കാം. ഒരു നല്ല സൂപ്പർ സാരി ആട്ടോ. 2799 ആട്ടോ. ബ്ലൗസ് പീസ് ഫുൾ വർക്കാട്ടോ. ബ്ലൗസ് പീസ് ഇങ്ങനെ ബോർഡർ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഒരു സ്ട്രൈസ് പോലെയുണ്ട് കേട്ടോ ബ്ലൗസിന്. നല്ല സാരി. ഇതിൻ്റെ ഇതേ കണ്ടോ, ഫുള്ളി വർക്ക് കണ്ടോ, ഫുള്ളിങ്ങനെ വർക്കാട്ടോ. സാരി മൊത്തം ഒരു കോപ്പർ സെറി വർക്കാട്ടോ. ലൈറ്റ് ഒരു കോപ്പർ ഇതിലൂടെ കൂടുമ്പോൾ നല്ല ഗ്രാൻഡ് സാരി. അതിൻ്റെ 2 ഡിസൈൻ എടുത്തിട്ടുണ്ട്. രണ്ട് ഡിസൈൻ എടുത്തിട്ടുണ്ട്. 2799 ഇതിനാ 3000 എന്ന് പറഞ്ഞാൽ ഇതിനാ അതിനാ ഇതിന് 2799 2799 ആട്ടോ. ഇത് നല്ല ഒരു സ്ക്വയറും പല പല ഷേപ്പിൽ. നമ്മളൊരു പേര് പറയുമായിരുന്നു, അതാ മറന്നുപോയതാ. അതാ ആലോചിച്ചിട്ടിരുന്ന പൊട്ടത്തരം വിളിച്ചു പറഞ്ഞേക്കാളും നല്ല. അയ്യോ അങ്ങനെ ഈ മായസിൻ്റെ ഇതൊക്കെ വന്നതിനൊരു പേര് പറയുമല്ലോ. അല്ല, അങ്ങനെ ആ ഷേപ്പിനല്ല പറയണേ, അങ്ങനെ അതിനൊരു പേര് പറയുമായിരുന്നു, വിട്ടുപോയി. അപ്പോൾ നാക്കിൻ്റെ തുമ്പറ്റത്തുണ്ട്, കിട്ടിയില്ല. ഇതൊരു സോഫ്റ്റ് സിൽക്കിൽ കട്ട് വർക്ക് ആട്ടോ. നല്ല പേസ്റ്റ് കളേഴ്സ് ഉണ്ട്. ഈ കട്ട് വർക്കിൻ്റെ ഫിനിഷിംഗ് ഒന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുക. ഇതിൻ്റെ ഇതുണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ കട്ട് വർക്ക്. 2299 രൂപയുള്ള അടിപൊളിയാട്ടോ. ഇതിൻ്റെ ബ്ലൗസിനും വല്ലതും ഉണ്ടോ? അടുത്ത് വേറെ കളർ കാണില്ല, ഡിസൈൻ വ്യത്യാസമാണ്. ബ്ലൗസിന് പ്ലെയിൻ ആട്ടോ. ബ്ലൗസ് അപ്പുറം ഇപ്പുറമൊക്കെ കട്ട് വർക്കുണ്ട്. പ്ലെയിൻ ബ്ലൗസ് പീസ് മതിയല്ലോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഒരു ടെസറിൻ്റെ ഒക്കെ അല്ല, റോ സിൽക്കിൻ്റെ ഒക്കെ അല്ലേ, ജൂട്ടിൻ്റെ ഒക്കെ ഒരു മോച്ചായാൽ നല്ല സോഫ്റ്റ് സംഭവം. പെട്ടെന്ന് തീരൂട്ടോ ഇതൊക്കെ. ഈ കട്ട് വർക്കിന് ഭയങ്കര ഡിമാൻഡാണ്. ഇതതിൻ്റെ ഇച്ചിരി ഡിസൈൻ വ്യത്യാസേ. ഇതും രസമുള്ള വർക്കാണ്. കളറിനും ഭയങ്കര ഡിമാൻഡാണല്ലോ, അത് കാരണം ഞാൻ ആ ഡിസൈൻ വ്യത്യാസം എടുക്കാം. അത് വേണ്ട, നല്ല രസമില്ലേ ഡിസൈൻ. ഒറിജിനൽ കട്ട് വർക്ക് ഇങ്ങനത്തെയൊക്കെ 12000 അങ്ങനെയൊക്കെ അല്ലേ ആകൂലേ. അപ്പോൾ ഇതും അതുകൂടെ ഇത് മെഷീൻ, ഇതന്നെ കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെ, പിന്നെ ഈ റേറ്റിന് കിട്ടുമോ പറയാൻ പറ്റില്ല. നമ്മുടെ ഹാൻഡ് വർക്ക് സാരി, കാന്താ വർക്കിൻ്റെ സാരി ഹാൻഡ് വർക്ക് ചെയ്യണമല്ലോ, എന്താ വിലയ്ക്ക് കിട്ടണല്ലേ. എന്ത് രസമല്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കി. 2299 2299. നമുക്കിപ്പോൾ അപ്പടി ഇങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ള സാരികളെ വിറ്റ് പോണേ. ഫങ്ഷൻ കൊടുക്കാം, ക്യാഷ്വലായിട്ട് കൊടുക്കാം. ഇത്തിരി വില കുറഞ്ഞ സാരീനേക്കാളും നല്ല കളർ. ഇതിന് ഈ ഡിസൈനാട്ടോ വന്നേക്കണം. കുറേ എടുത്തിട്ടുണ്ട്. എൻ്റെ കളർ കണ്ടപ്പോൾ ഒന്നും ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഞാൻ സാധാരണ ഒരു വലിയ കെട്ട് കണ്ടാൽ എനിക്കിഷ്ടപ്പെട്ട കളർ പറക്കിയെടുക്കും. അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ അനധികൃതമായിട്ട് അതിൽ നിന്ന് പെറുക്കിയെടുക്കും. ഇങ്ങനെ നോക്കി
എന്ത് രസം അതിൻ്റെ കട്ട് വർക്കിൻ്റെ വലയൊക്കെ. ഈ കട്ട് വർക്ക് മെഷീനെ സാധാ മെഷീനെ ചെയ്യാവുന്ന എനിക്കറിയാവുന്നതാണ്. ഞാനൊരു ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് പഠിപ്പിക്കാനറിയാമോ. പഠിപ്പിക്കാൻ എത്തുമ്പോൾ അവർ നന്നായിട്ട് ചെയ്യും, പിന്നെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ഒരു മടിച്ചിക്കോതയായിരുന്നു. നല്ല ടീൽ ബ്ലൂ, എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ഒരു ഫങ്ഷനൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഒത്തിരി ആഘോഷമല്ലാത്ത ഒരു അവനവൻ്റെ പിള്ളേരുടെ കല്യാണം അല്ലാണ്ടൊരു ഫങ്ഷനൊക്കെ നല്ലതല്ലേ, പിന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ, പെട്ടെന്ന് തീരും. നിങ്ങളത് കാരണം പെട്ടെന്ന് എടുത്തോ. ലിനൻ സാരി ഇട്ടോ, കുറേ നാളായി നമ്മൾ ലിനൻ സാരി കാണിച്ചിട്ട് കുറേ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലിനൻ സാരി കൊടുത്ത് വൈറ്റ് ബ്ലൗസും ഇട്ട് നമ്മുടെ ഹക്കോ ബ്ലൗസും ഇട്ട് ഫങ്ഷനും ആയിട്ടൊരു ഒരു കൊച്ചിവിടെ വന്നു. അപ്പോൾ നല്ല രസം. അപ്പം ഓർത്തു അത്രയ്ക്കും ബോധം മനുഷ്യർക്കായല്ലോ എന്ന് ഓർത്തു. 1199 സാരിയുടെ വില നോക്കാണ്ട് നല്ല ലിനൻ സാരി കൊടുത്താൽ അങ്ങനെയൊക്കെ മനുഷ്യർ നല്ല നല്ല പ്രൗഡി എനിക്ക് തോന്നി. നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി ബും ലുക്ക് തോന്നട്ടെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് എലഗൻ ലുക്കില്ലേ, അതൊരു സൂപ്പർ സംഭവമല്ലേ. ബ്ലൗസ് പീസ് ബ്ലൗസ് പ്ലെയിനാ അല്ലേ, പ്ലെയിൻ വന്നിട്ട് ബോർഡറാണ് അല്ലേ, അല്ല അതിൻ്റെ ബ്ലൗസ് അതല്ലേ. പ്ലെയിൻ അല്ലേ, അതെ അതെ, പ്ലെയിൻ വന്നിട്ട് ബോർഡറാട്ടോ. നല്ല കെട്ട് പൊട്ടിച്ചിങ്ങി എടുത്തതാണ്. അത് കാരണം ഇഷ്ടംപോലെ പ്രിൻ്റ് കിട്ടി കേട്ടോ. എല്ലാം അടിപൊളി പ്രിൻ്റുകളാട്ടോ, അടിപൊളി പ്രിൻ്റ്. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാരി കൊടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പ്ലെയിൻ വന്നിട്ട് ഈ ബോർഡർ ബ്ലൗസ്. സൂപ്പറാണ്, സൂപ്പറാണ്. പ്ലെയിൻ ബ്ലൗസാട്ടോ. എല്ലാത്തിനും പ്ലെയിൻ വന്നിട്ട് ബോർഡർ ബ്ലൗസാണ്. നല്ല നല്ല സാരികൾ. വാർലി പ്രിൻ്റൊക്കെ ഉണ്ട്, വാർലി പ്രിൻ്റുണ്ട്. വാർലി പ്രിൻ്റിന് ഇവിടെ ഇപ്പോഴും അടി, അത് കാരണം വാർലി പ്രിൻ്റിന് കിട്ടിയത് അപ്പടിയും പറക്കി എടുത്തിട്ടുണ്ട്. 1199 ആണ് പ്ലെയിൻ ബ്ലൗസും. അടിപൊളിയാണ്, അടിപൊളിയാണ്, സൂപ്പർ സംഭവം. അടിപൊളി, നല്ല രസമില്ലേ. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായോ? എപ്പോഴും നമുക്ക് വിലയേക്കാളും ഒരു ഗ്രാൻഡ് ലുക്കുണ്ട് കേട്ടോ. ഉടുക്കാൻ സുഖം, ചൂട് കാലത്ത്. ഇതപ്പടി ഇപ്പോൾ വിറ്റു കേട്ടോ. വേണമെങ്കിൽ പെട്ടെന്ന് വെബ്സൈറ്റിലൊക്കെ ചാടിയെടുക്കും. പണ്ടൊക്കെ ലിനൻ കാണിക്കുമ്പോൾ എല്ലാവർക്കും കൈ കിട്ടുമ്പോൾ അയ്യോ പഴന്തുണി പോലെ ഇങ്ങനെ. ഇപ്പം ലിനൻ എന്നാ അടിയാ അല്ലേ. ഫാഷൻ ട്രെൻഡൊക്കെ ഇങ്ങനെ വന്നപ്പം ഈ കാണുന്ന സാരി കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അതിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ. ഇതിൻ്റെ ബ്ലൗസ് ആദ്യം ഒന്ന് കാണിച്ചേക്കാം, അത് അതിൻ്റെ ഉള്ളിലാണ്. ഇതാട്ടോ ബ്ലൗസ്. അതിൻ്റെ വില കൂടിയ സാരിയുടെ ബ്ലൗസ് പോലെയൊക്കെയാണ് എല്ലാം. ഭയങ്കര വിലയും തോന്നിക്കുവേ. പക്ഷേ ഇത് 1199 വിലയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ
അത്ഭുതം. ഒരു ബനാറസ് ടിഷ്യൂ ബനാറസ് പോലെ ബനാറസിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് ഈ സാരി കുറച്ച് എടുത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇതിപ്പോൾ എല്ലാവരും മൊത്തം സാധനം ഈ 1199 ആണെന്ന് തോന്നിക്കുള്ളൂ. ഈ സാരിയുടെ ലുക്ക് തന്നെ കണ്ടോ, അടിപൊളിയല്ലേ. ഫുള്ളിങ്ങനെ ബനാറസ്. അത് നല്ല പേസച്ചാട്ടത് ഉള്ളൊക്കെ കണ്ടോ, ബ്ലൗസും ഒക്കെ ഗ്രാൻഡ്, എല്ലാം പേസച്ചാട്ടാട്ടോ. ഇത്ര രസമാണ് നോക്കി. ഇത് കണ്ടിട്ട് 1199. ഞാൻ ഓർത്തവർക്കുള്ള വില തെറ്റിപ്പോയതാണോ. ഇത് ഇങ്ങോട്ട് നോക്ക്, കുറച്ചേ ഉള്ളൂ കേട്ടോ. 4000-ത്തിനടുത്തല്ലേ. അതേ ഒരു ലുക്കല്ലേ. പക്ഷെ അത് ഒറിജിനൽ മെറ്റീരിയലായിരിക്കും കേട്ടോ. പക്ഷെ ഇതിൻ്റെ തുണിയൊക്കെ കണ്ടാലും നല്ലതാട്ടോ. ഞാനെല്ലാം നോക്കിയിട്ട് ആ വിലയ്ക്ക് ഇത് അത്ഭുതപ്പെട്ടു. ഇതേ കണ്ടോ, നീളൊന്നും അടിക്കില്ല, നല്ല സൂപ്പർ സംഭവം. 1199. അടിപൊളി, നല്ല കളറല്ലേ, ബ്രിക്ക് കളർ. ഞാൻ ഇട്ടേക്കണ ചുരിദാറിൻ്റെ ഇച്ചിരി ഡാർക്ക്, നല്ല രസമുള്ള കളേഴ്സ് അല്ലേ. എല്ലാ പീസും പെട്ടെന്ന് ഇതിൻ്റെ വിറ്റ് തീരും കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് എടുത്തോ. നല്ല സൂപ്പർ സംഭവമാണ്. നല്ല കളർ ചാർട്ട്, ഗ്രീൻ, സൂപ്പർ ഗ്രീൻ, അടിപൊളി സംഭവം. നല്ല ഭംഗിയില്ലേ. ഒരു കളറോടെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും തന്നെ കിട്ടുമായിരിക്കുമല്ലേ. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഈ കളർ ഇപ്പോൾ വലിയ ട്രെൻഡി കളറാട്ടോ. ഇത് റോയൽ ബ്ലൂ ആണോ അതോ വയലറ്റ് ആണോ? രണ്ടും അല്ല അല്ലേ, അങ്ങനെ പൂർണ്ണമായിട്ടൊന്നുമല്ല, രണ്ടും കൂടെ മിക്സിങ് ആണ്. നല്ല കളറാണ്, ഭയങ്കര ഫാഷനാണ്. ഇനിയൊരു കോട്ടയുണ്ടേ. ഫുള്ള് എങ്ങനെയുണ്ടോ? ഉണ്ട്. അതിൻ്റെ പടം നല്ല ഇതുണ്ടോ? പടം ഇതിങ്ങനെ ഫ്ലീസിൻ്റെ അവിടെയും വരും കേട്ടോ. അപ്പോൾ ഉടുത്ത് കാണുമ്പോൾ മൊത്തത്തിൽ സാരിയിൽ വർക്കുണ്ട്. 1099 രൂപയേ ഉള്ളൂ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. നല്ല സാരിയാണ്, നല്ല കളേഴ്സുമാണ്. രൂപയുള്ള അടിപൊളി സംഭവങ്ങൾ. സൂപ്പറല്ലേ. യെല്ലോ, നല്ല കളേഴ്സ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് സാരി എടുത്തോ. പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ പൂർണ്ണ കാര്യം മറക്കരുത്. ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമെന്ന് എല്ലാവരും പറയണേ. നമ്മളിപ്പോൾ ഓർക്കും അമേരിക്കയിൽ അങ്ങനെ പ്രശ്നം, അതൊന്നുമല്ല. ട്രംപൊക്കെ കയറുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു വില ഇങ്ങനെ കൂടുമെന്നൊക്കെ. അപ്പോൾ നമ്മളിനി കുറയണം നോക്കിയിരിക്കാണ്ട് ഒരു സ്കീമിൽ കൂടെ മിനിമം 1000. ഇപ്പോൾ ഈ മാസം 5000 ഉള്ളൂ, ഈ അടുത്ത മാസം വേണമെങ്കിൽ 10000 ഇടാം, പിന്നത്തെ മാസം ഒട്ടും കാശില്ല 1000 ഇടാം. 11 മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരും. അപ്പോൾ ഈ ഓൺലൈൻ പിള്ളേരോട് ചോദിച്ചാലും മതി, അല്ലെങ്കിൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ചോദിച്ചാൽ മതി. 9447575
9447575564. അപ്പം നമ്മൾ മറക്കരുത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ, നമ്മൾ എപ്പോഴും ആരുടെയും കയ്യിൽ എപ്പോഴും കൈനീട്ടലല്ലേ, നമുക്ക് കൈനീട്ടലില്ലാണ്ട് നമ്മൾ സമ്പാദിക്കുമ്പോൾ നിൻ്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുമെന്ന് യേശുരാൻ പറഞ്ഞേക്കണേ. പക്ഷേ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഭക്ഷിക്കണ്ട എനിക്ക് തോന്നണില്ല. എല്ലാ മക്കളും കെട്ടിയവനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സൂചിച്ച് കിടക്കും, അവരൊന്നും സൂചിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കാശൊക്കെ വേണമെന്നേ, നമുക്കൊരു ടൂർ പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ പണമില്ലാത്തവൻ പിണം എന്നൊക്കെയല്ലേ പറയണേ. ഇച്ചിരി കാശ് സേവിങ്സ് നമുക്ക് വേണം. സ്വർണ്ണം എപ്പോഴും ഒരു ലിക്വിഡ് അസറ്റായിട്ട് ഓർക്കുക. ഞാൻ എറിഞ്ഞില്ല, നല്ലത് കിട്ടിയാൽ നമ്മളെല്ലാവരും ഇടും, ഇതൊക്കെ നല്ലതല്ലേ. അങ്ങനെയല്ല, ഇത് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നല്ലത് കണ്ട എല്ലാവരും ഇടും. അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒക്കെ വെറൈറ്റി ഉണ്ട്, ഹെവി വെയ്റ്റും ഉണ്ട്, ലൈറ്റ് വെയ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്കീമിൽ പോകണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.